ഹായ് ഹലോ എല്ലാവർക്കും ട്രൂ ഇവനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് LTCയുടെ ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ നമ്മൾ ഫിസിക്കൽ സയൻസിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ സമയം കളയുന്നില്ല. അപ്പോൾ ആൻസേഴ്സൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്ത് വേണം മുമ്പോട്ട് പോകാനായിട്ട്. ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻസ് പ്ലസ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾവശം ആവരണം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോറോ ഈഥീൻ, ടെഫ്ലോൺ, ഫീനോൾ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾവശത്ത് കോട്ട് ചെയ്യുന്നതിന് വേണ്ടി, നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഏതാണ്? വേഗം ആൻസർ കമൻറ്റ് ചെയ്ത് വന്ന ആൾക്കാർ അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ എന്ന് പറയാൻ സാധിക്കും. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾവശത്ത് കോട്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ടെഫ്ലോൺ ആണ്. അപ്പോൾ ആൻസർ എന്ത് പറയാൻ നമുക്ക് സാധിക്കും? ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ടെഫ്ലോൺ ആണ് ഉത്തരം എന്ന് പറയുന്നത്. ടെഫ്ലോണിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ടെഫ്ലോണിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ടെട്രാ ഫ്ലൂറോ ഈഥീനാണ്. ടെഫ്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ടെഫ്ലോണിൻ്റെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആസിഡും അതൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആക്ടിവിറ്റി ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. വേഗം ഒന്ന് കമൻറ്റ് ചെയ്ത് വരിക. അത് SCERTക്കകത്ത് കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് പറയുന്നത് ആൻസർ ഏതാ വരുന്നത്? ഹൈഡ്രജൻ ആണ്. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ആരെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജനെ കുറിച്ച് പറയുമ്പം ഈ ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷും ഹൈഡ്രജന് ആ പേര് നൽകിയത് ആരാണ്? അതുപോലെ തന്നെ ഇത് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജന് പേര് നൽകിയ വ്യക്തി ആരാണ്? അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്ത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞു. ഹൈഡ്രജന് നാമകരണം ചെയ്ത് പേര് നൽകിയത് കാവൻഡിഷിനെ കുറിച്ച് പറയുമ്പം അദ്ദേഹം ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് എന്ന് പറയുന്നത് കത്തുന്ന വായു എന്നാണ് ആര് വിശേഷിപ്പിച്ചത്? കാവൻഡിഷ് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചതെന്ന് പറയുന്നത്. അതുപോലെ ഹെൻറി കാവൻഡിഷിനെ കുറിച്ച് പറഞ്ഞാൽ വീണ്ടും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം ആദ്യമായി നിർണ്ണയിച്ചതും ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞു. കാവൻഡിഷുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ ആലോചിക്കണം. കത്തുന്ന വായു എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് കാവൻഡിഷ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഹൈഡ്രജൻ ആണ്. എലമെന്റ് പ്രസന്റ് ഇൻ ഓൾ ആസിഡ്സ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഓക്സിജനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതുപോലെ തീ അണയ്ക്കുവാൻ, അതും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്സിജൻ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് CO2 കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് പറയുമ്പോൾ തീ അണയ്ക്കുവാൻ അഥവാ ഫയർ എക്സ്റ്റിംഗ്വിഷറുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ്. ആരെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ആരെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഖര കാർബൺ ഡൈ ഓക്സൈഡിന് അറിയപ്പെടുന്ന മറ്റൊരു കോമൺ നെയിമാണ് ഡ്രൈ ഐസ് എന്ന് പറയും. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെങ്കിൽ ഡ്രൈ ഐസിന്റെ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡ്രൈ ഐസിന്റെ രാസനാമം എന്ന് പറയുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ നിങ്ങൾ ദ്രവ്യത്തിന്റെ അവസ്ഥകൾ പഠിക്കുമ്പോഴത്തേക്ക് സബ്ലിമേഷൻ, അവസ്ഥാ പരിവർത്തനത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് സബ്ലിമേഷൻ അഥവാ ഉത്പതനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഉത്പതനം കാണിക്കുന്ന ഒരു പദാർത്ഥമാണ്, ഉത്പതനത്തിന് വിധേയമാകുന്ന ഒരു പദാർത്ഥമാണ് ആരെന്ന് പറയുന്നത്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഉത്പതനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഖരപദാർത്ഥം നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സബ്ലിമേഷൻ അഥവാ ഉത്പതനം. സബ്ലിമേഷൻ കാണിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ് ഡ്രൈ ഐസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അയഡിൻ സബ്ലിമേഷൻ കാണിക്കും. നമ്മുടെ കർപ്പൂരം, പാറ്റാഗുളിക, ഇതൊക്കെ എന്താണ്? സബ്ലിമേഷൻ കാണിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അവിടെ ഓപ്ഷൻ ഡി നൈട്രജൻ ആണ്. നൈട്രജനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ നമുക്ക് 2-3 പോയിന്റ്സ് അവിടുന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനുണ്ട്. അതും കൂടെ പഠിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. നൈട്രജനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നൈട്രജൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ഡാനിയൽ റുദർഫോർഡ് ആണ്. നൈട്രജൻ കണ്ടുപിടിച്ചാരെന്നാ പറഞ്ഞത്? ഡാനിയൽ റുദർഫോർഡ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? നൈട്രജൻ വാതകം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അടങ്ങിയിരിക്കുന്ന വാതകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജന്റെ ശതമാനം എടുത്ത് ചോദിക്കുന്നതാണ്. അന്തരീക്ഷ വായുവിൽ കാണപ്പെടുന്ന നൈട്രജന്റെ അളവെന്ന് പറയുന്നത് 78% നൈട്രജൻ ആണ് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്നത് പറയുന്നത്. ഓർത്തിരിക്കുക, നൈട്രജൻ കണ്ടുപിടിച്ചത് ഡാനിയൽ റുദർഫോർഡ് ആണ്. 78% ആണ് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്നത്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. 4 ഓപ്ഷൻസുമായിട്ടും കണക്ട് ചെയ്ത് നമ്മൾ ആ കാര്യങ്ങളെല്ലാം എടുത്തു. അപ്പോൾ ഞാൻ ഈ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്തതിൻ്റെ ആൻസർ വേഗം കമന്റ് ചെയ്തേ. സാധാരണ താപനിലയിലും മർദ്ദത്തിലും ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. അപ്പോൾ സാധാരണ താപനില മർദ്ദത്തിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആദ്യം ഓപ്ഷൻസ് നോക്കണം. 4 മൂലകങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 4 മൂലകങ്ങളെ കുറിച്ച് പറയുമ്പം ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പം സിംഗിൾ ഓപ്ഷൻസ് ഒന്നുമില്ല. ഒരെണ്ണം മാത്രമായിട്ട് 1 മാത്രം, 2 മാത്രം, 3 മാത്രം, 4 മാത്രം എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം, ഇതിൽ 2 അതിലധികമോ വരാം. കാരണം 3 ഓപ്ഷനകത്ത് 2 എണ്ണത്തിൻ്റെ പേരാണ്, ഒരു ഓപ്ഷനകത്ത് 3 എണ്ണത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്നത് ഒന്നുകിൽ ഇതിലേതെങ്കിലും 2 പേരാകാം, അല്ലെങ്കിൽ 3 പേരാകാം. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യുമ്പം ഹീലിയത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഹീലിയം എന്ന് പറയുന്നത് വാതകമാണ്. ആൻസർ അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്ത് പോരണേ. ഹീലിയത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഹീലിയം എന്ന് പറയുന്ന ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? വാതക അവസ്ഥയിലാണ്. സിങ്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സിങ്ക് എന്ന് പറയുന്നത് ഏതവസ്ഥയിലാണ്? സിങ്ക് ഒരു ലോഹമാണ് അല്ലേ? സിങ്ക് ലോഹമാകുമ്പോൾ സിങ്ക് ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരമായി. 1 മാത്രം എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരം വരത്തില്ല. ബാക്കി ബ്രോമിനെ കുറിച്ച് ഇപ്പോൾ അറിയത്തില്ലെങ്കിൽ പോലും മെർക്കുറി നമുക്ക് എല്ലാവർക്കും അറിയാം. മെർക്കുറി എന്ന് പറയുന്നത് ദ്രാവക ലോഹമാണ്. ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് ആരെന്ന് പറയുന്നത്? മെർക്കുറി എന്ന് പറയുന്നത്. ബ്രോമിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ കൂടി ഇവിടെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. കാരണം 4 മാത്രം എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ പിന്നെ ഏതൊക്കെ വന്നേ പറ്റത്തുള്ളൂ? ബ്രോമിനും മെർക്കുറിയും ഉത്തരമായേ പറ്റത്തുള്ളൂ. അപ്പോൾ ബ്രോമിൻ എന്ന് പറയുന്നത് ദ്രാവകമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും 2 കാര്യങ്ങൾ പഠിക്കാം. ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹ മൂലകമാണ് ആര്? ബ്രോമിൻ എന്ന് പറയുന്നത്. ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് ആരെന്ന് പറയുന്നത്? മെർക്കുറി. ഇങ്ങനെ ഇത് വീണ്ടും 2 ക്വസ്റ്റ്യനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് എന്തോ ഉറപ്പിക്കാൻ സാധിക്കും? 3, 4, 3 and 4 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത, വായു നിറച്ച ബലൂൺ
വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടാൻ കാരണം. വായു നിറച്ച ബലൂൺ, അപ്പോൾ അതിനകത്ത് വ്യാപ്തം വോളിയമാണ് വന്നിരിക്കുന്നത്. വോളിയം വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടാൻ കാരണം, ദാറ്റ് മീൻസ് താപനില. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. താപനില വർദ്ധിക്കുമ്പോൾ വാതകങ്ങളുടെ മർദ്ദം സ്ഥിരമാണെങ്കിൽ താപനില വർദ്ധിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തവും കൂടുന്നു. ഈ ബന്ധമാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാൾസ് നിയമം എന്ന് പറയും. ചാൾസ് നിയമം. അപ്പോൾ വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടാൻ കാരണം വിശദീകരിക്കുന്ന നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാതക നിയമം എന്ന് പറയുന്നത് ഏതാണ്? ചാൾസ് നിയമമാണ്. എന്നാൽ അതുപോലെ തന്നെ വീണ്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് തന്നെ ഇവിടെ, ബോയിൽ നിയമത്തെക്കുറിച്ച്. ഒരു ജലാശയത്തിന്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരുന്ന വായു കുമിളകളുടെ വലിപ്പം ക്രമേണ വർദ്ധിച്ചു വരുന്നതിന് കാരണം വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരുന്ന വായു കുമിളയുടെ വലിപ്പം ക്രമേണ വർദ്ധിച്ചു വരുന്ന ഇത് വിശദീകരിക്കുന്ന നിയമം എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഏതാണ്? ബോയിൽ നിയമമാണ്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ചാൾസ് നിയമമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിയോൺ 2010 എന്നാണ് തന്നിരിക്കുന്നത്. ഈ പ്രതീകത്തിലെ അറ്റോമിക നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു മൂലകത്തെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആൻസർ അറിയാവുന്ന ആൾക്കാർക്ക് വേഗം കമൻറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് 20, 9, 10, 30 തന്നിരിക്കുന്നത്. 20, 9, 10, 30. അപ്പോൾ എക്സ് എന്നൊരു മൂലകത്തെ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും രേഖപ്പെടുത്തുന്നത്, എക്സ് എന്നൊരു മൂലകത്തെ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ മുകളിൽ എഴുതുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറാണ്. മുകളിൽ എഴുതുന്നത് അതിൻ്റെ മാസ് നമ്പറും താഴെ എഴുതുന്നത് എന്താണ്? അതിൻ്റെ അറ്റോമിക് നമ്പറുമാണ്. മുകളിൽ രേഖപ്പെടുത്തുന്നതെന്ന് പറയുന്നത് ഏതെന്നാ പറഞ്ഞത്? ഒരു മൂലകത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മുകളിൽ രേഖപ്പെടുത്തുന്നതെന്ന് പറയുന്നത് മാസ് നമ്പറാണ്. മുകളിൽ രേഖപ്പെടുത്തുന്നത് ഏതാണ്? മാസ് നമ്പറാണ്. താഴെ രേഖപ്പെടുത്തുന്നത് പറയുന്നത് ആരാണ്? അറ്റോമിക് നമ്പറാണ്. താഴെ രേഖപ്പെടുത്തുന്നത് ആരെന്നാ പറഞ്ഞത്? അറ്റോമിക് നമ്പറിനെയാണ് രേഖപ്പെടുത്തുന്നത്. ഇനി മാസ് നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അറ്റോമിക് നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു മൂലകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഒരു മൂലകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു മൂലകത്തിന്റെ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിന്റെ ആകെത്തുകയാണ്. ന്യൂട്രോണുകളുടെയും എണ്ണത്തിന്റെ ആകെത്തുക, അല്ലെങ്കിൽ ആകെ ന്യൂക്ലിയോൺസിന്റെ എണ്ണം, ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണമാണ് ആരെന്ന് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഈ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് പ്രോട്ടോൺ, അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ അത് പ്രോട്ടോണിന്റെ എണ്ണം മാത്രമാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തിന്റെ തുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എത്തിച്ചേരാവുന്ന ഒരു കൺക്ലൂഷൻ നിങ്ങൾ നോക്കി, മാസ് നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക നമ്പറിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു മൂലകത്തിന്റെ റെപ്രസെന്റേഷൻ കണ്ടാൽ നമുക്ക് എന്ത് പറയാൻ? ഇതിന്റെ മൂലകത്തിന്റെ റെപ്രസെന്റേഷൻ കണ്ടാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അവിടെ മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ, അല്ലെങ്കിൽ അവിടുത്തെ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? മുകളിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. മുകളിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് എന്ത് പറയാൻ സാധിക്കും നമുക്ക്? മാസ് നമ്പർ ആണ്. താഴെ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ആരായിരിക്കും? അറ്റോമിക് നമ്പർ ആണ്. ചെറിയ സംഖ്യ എന്ന് പറയുന്ന ആരാണ്? അറ്റോമിക് നമ്പർ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരിയല്ലേ? അറ്റോമിക് നമ്പർ ഐഡന്റിഫൈ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 10. ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 20 ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത്. കാര്യങ്ങൾ സെറ്റാണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി അറ്റോമിക് നമ്പറും മാസ് നമ്പറും തമ്മിലുള്ള വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ, അതായത് മാസ് നമ്പറിൽ നിന്നും
അറ്റോമിക നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തിൻ്റെ തുകയല്ലേ. അതിൽ നിന്ന് പ്രോട്ടോണിൻ്റെ മാത്രം എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണമല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം അനുസരിച്ച് ഈ മൂലകത്തിൻ്റെ ഒരു ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 - 10, നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയും അവിടെ ഉള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്തതിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പഴയ ഒരു LDCയുടെ ക്വസ്റ്റൻ ആണ്. എറണാകുളം ജില്ലയ്ക്ക് ചോദിച്ച പണ്ട് 2017 ചോദിച്ചൊരു പ്രോബ്ലം ക്വസ്റ്റൻ ആണ്. അന്ന് ഒരുപാട് ആൾക്കാർക്ക് തലവേദന ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തെറ്റിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം എങ്ങനെയാണ്? 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോഗ്രാം ജലത്തിനും 1 കിലോഗ്രാം വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി എങ്കിൽ ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? അപ്പോൾ ചോദ്യത്തിൻ്റെ ആധാരം അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്, വിശിഷ്ട താപധാരിതയാണ്. കാരണം ഇവിടെ യൂണിറ്റ് മാസ് പദാർത്ഥം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ വേഗം കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് ആൻസറിലേക്ക് വരാം. യൂണിറ്റ് മാസ് പദാർത്ഥം. അപ്പോൾ ഇവിടെ 1 കിലോഗ്രാം ഉണ്ട്, 1 കിലോഗ്രാം ജലമുണ്ട്, 1 കിലോഗ്രാം വെളിച്ചെണ്ണയുണ്ട്. അപ്പോൾ യൂണിറ്റ് മാസ് പദാർത്ഥമാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വിശിഷ്ട താപധാരിത. അതാണ് ചോദ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് മാസ് പദാർത്ഥം യൂണിറ്റ് മാസ് പദാർത്ഥം എന്ന് പറയുമ്പോൾ നമുക്കതിനെ 1 ഗ്രാം എന്ന് വേണേൽ വിളിക്കാം, അല്ലെങ്കിൽ 1 കിലോഗ്രാം എന്ന് വേണേൽ വിളിക്കാം. ഒരു യൂണിറ്റ് മാസ് പദാർത്ഥത്തിൻ്റെ, അപ്പോൾ ഇവിടെ നമുക്ക് കിലോഗ്രാം വെച്ച് ഡിഫൈൻ ചെയ്യാം. ഒരു യൂണിറ്റ് മാസ് പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ, 1 ഡിഗ്രി സെൽഷ്യസ് അഥവാ 1 കെൽവിൻ ഉയർത്തുവാൻ 1 ഡിഗ്രി സെൽഷ്യസ് അഥവാ 1 കെൽവിൻ ഉയർത്തുവാൻ ആവശ്യമായിട്ടുള്ള 1 ഡിഗ്രി സെൽഷ്യസ് അഥവാ 1 കെൽവിൻ ഉയർത്തുവാൻ ആവശ്യമായിട്ടുള്ള താപനിലയെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഇനി ഈ ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് 2 പേരുടെ വിശിഷ്ട താപധാരിത അറിയണം. ആരുടെയൊക്കെ അറിയണം? ജലത്തിന്റെ വിശിഷ്ട താപധാരിത അറിയണം, അതുപോലെ വെളിച്ചെണ്ണയുടെ വിശിഷ്ട താപധാരിത അറിയണം. ജലത്തിന്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. എന്നാൽ വെളിച്ചെണ്ണയുടെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് 2100 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, ജലത്തിന് 4200 ജൂൾ താപം നൽകിയാൽ അതിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ്, അതിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കും. എന്നാൽ വെളിച്ചെണ്ണയ്ക്ക് 2100 ജൂൾ താപം നൽകിയാൽ അതിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ വർദ്ധിക്കും. അപ്പോൾ ഇവിടെ നോക്കി, ഈ ചോദ്യം അനുസരിച്ച് എത്ര താപോർജ്ജം നൽകിയെന്ന് നോക്കി. 4200 ജൂൾ താപോർജ്ജമല്ലേ നൽകിയത്. അപ്പോൾ 4200 ജൂൾ താപം ജലത്തിന്, വാട്ടറിന് നൽകുമ്പോൾ അതിൻ്റെ താപനില 1 കെൽവിൻ കൂടുകയല്ലേ ചെയ്യുന്നത്. ഇതേ 4200 ജൂൾ താപം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയ്ക്ക്, കോക്കനട്ട് ഓയിലിന് നൽകുമ്പോഴത്തേക്ക് അതിൽ ഈ 4200-ൽ ഒരു 2100 കിട്ടുമ്പം തന്നെ അതിൻ്റെ താപനില 1 കെൽവിൻ വർദ്ധിക്കും. അപ്പം 2100 + 2100 ആണ് 4200 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ 2100 ജൂൾ താപം കൂടെ കിട്ടുമ്പോൾ അതിൻ്റെ താപനില വീണ്ടും 1 കെൽവിൻ വർദ്ധിക്കും. അതായത് മൊത്തത്തിൽ 4200 ജൂൾ താപം കിട്ടുമ്പോൾ വെളിച്ചെണ്ണയുടെ താപനില എന്ന് പറയുന്നത് 2 കെൽവിൻ വർദ്ധിക്കും. സെറ്റാണ്. ഇപ്പം നിലവിൽ ജലം 300 കെൽവിനിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുതിയ താപനില നോക്കുമ്പോഴത്തേക്ക് 300 കെൽവിനിലുണ്ടായിരുന്ന ജലത്തിൻ്റെ പുതിയ താപനില എന്ന് പറയുന്നത് 301 കെൽവിനും, വെളിച്ചെണ്ണ 300 കെൽവിനിലായിരുന്നത് 2 കെൽവിൻ കൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുതിയ താപനില എന്ന് പറയുന്നത് 302 കെൽവിനുമാണ്. അപ്പോൾ ആൻസർ പറയുമ്പോൾ ജലം 301, വെളിച്ചെണ്ണ 302. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റിനെ തന്നെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം. ആസിഡുകൾ
ക്രിയാശീലത കൂടിയ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്ന ഏതായിരുന്നു? തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്ക് ഓക്സിജൻ, സൾഫർ, ക്ലോറിൻ, ഹൈഡ്രജൻ. നേർപ്പിച്ച ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ആരാണ്? ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആൻസർ എന്ത് പറയാൻ സാധിക്കും? ഹൈഡ്രജൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ക്ലോറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ക്ലോറിന്റെ പേരിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. ക്ലോറോ എന്ന വാക്കിൽ നിന്നാണ് ക്ലോറിന്റെ പേര് വന്നിരിക്കുന്നത്. ക്ലോറോ എന്ന വാക്കിന്റെ മീനിങ് മറ്റൊന്നുമല്ല, പച്ച എന്നർത്ഥം വരുന്ന, പച്ച കളർ എന്നർത്ഥം വരുന്ന, ഗ്രീൻ കളർ എന്നർത്ഥം വരുന്ന, പച്ച എന്നർത്ഥം വരുന്ന ക്ലോറോ എന്ന വാക്കിൽ നിന്നാണ് ക്ലോറിന് പേര് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും ഒരു പോയിന്റ് കൂടെ പഠിക്കുകയാണ്. ക്ലോറിൻ വേപ്പർ ലാമ്പിന്റെ പ്രകാശത്തിന്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? പച്ചയാണ്. ക്ലോറിൻ വേപ്പർ ലാമ്പിന്റെ പ്രകാശത്തിന്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? പച്ചയാണ്. അപ്പോൾ വേപ്പർ ലാമ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹൈഡ്രജനും വേണേൽ കണക്ട് ചെയ്ത് പറയാൻ സാധിക്കും. ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ പ്രകാശത്തിന്റെ നിറം എന്ന് പറയുന്നത് നീലയാണ്, ബ്ലൂ ആണ് ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ പ്രകാശത്തിന്റെ നിറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സംഭരണ ബാറ്ററികളിൽ അഥവാ സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോമിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. സംഭരണ ബാറ്ററി എന്ന് വേണേൽ ചോദിക്കാം, സ്റ്റോറേജ് ബാറ്ററി എന്ന് വേണേൽ ചോദിക്കാം, ഓട്ടോമൊബൈൽ ബാറ്ററി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഇപ്പോൾ ഓട്ടോമൊബൈൽ ബാറ്ററി എന്നൊരു പോയിന്റ് പ്രസക്തിയില്ല, കാരണം ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ സംഭരണ ബാറ്ററികളിൽ, സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. സംഭരണി ബാറ്ററികളെ കുറിച്ച് പറയുമ്പോൾ, സ്റ്റോറേജ് ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റൊരു രീതിയിൽ അതിനെ വിളിക്കാറുണ്ട് ലെഡ് ആസിഡ് ബാറ്ററി എന്നും വിളിക്കാറുണ്ട്. എന്ത് വിളിക്കാറുണ്ട്? അതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ സെറ്റാണല്ലോ, കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ്. അപ്പോൾ അയൺ ബോക്സ് ഒന്നും ഇല്ല, ഹീറ്റർ ആണെങ്കിലും എന്താണെങ്കിലും ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. വേഗം ആൻസർ കമന്റ് ചെയ്യുക. ഡുറാലിമിൻ, നിക്രോം, അൽനിക്കോ, ബെൽമെറ്റൽ. ഹീറ്റിംഗ് എലമെന്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അലോയ് അഥവാ ലോഹസങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. ഹീറ്റിംഗ് എലമെന്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ നിക്രോമാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ചോദ്യം തരുന്നതാണ്. ഹീറ്റിംഗ് എലമെന്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അൽനിക്കോ കണ്ടോ, ഇതും പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. അൽനിക്കോയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സ്ഥിരകാന്തം അഥവാ പെർമനന്റ് മാഗ്നറ്റ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ആര്? അൽനിക്കോ എന്ന് പറയുന്നത്. അൽനിക്കോയെ കുറിച്ച് പറയുമ്പം അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ലോഹങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇത് കൂടാതെ അയണുമുണ്ട്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന നിക്കൽ ക്രോമിയം അയണാണ്. ഡുറാലിമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയത്തിന്റെ ഒരു ലോഹസങ്കരമാണ് ഡുറാലിമിൻ എന്ന് പറയുന്നത്. വിമാനങ്ങളുടെ ബോഡി പാർട്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഡുറാലിമിൻ എന്ന് പറയുന്നത്. കാരണം ലൈറ്റ് വെയിറ്റ് ആണ്, ഹൈ സ്ട്രെങ്ത് ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ്, അതേ പോയിന്റിന്റെ ബേസിലുള്ള ചോദ്യം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം, പെർമനന്റ് മാഗ്നറ്റ്സ്, സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഇപ്പം നമ്മൾ പറഞ്ഞോളൂ, വേഗം ഒന്ന് കമന്റ് ചെയ്തു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അൽനിക്കോയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ടങ്സ്റ്റണിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വൈദ്യുത ബൾബ്, ഇലക്ട്രിക് ബൾബുകളുടെ ഫിലമെന്റ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. വീണ്ടും ടങ്സ്റ്റൺ ക്വസ്റ്റൻ ആണ്. ടങ്സ്റ്റൺ എന്ന മൂലകത്തിന്റെ അല്ലെങ്കിൽ ടങ്സ്റ്റണിന്റെ പ്രതീകം, ടങ്സ്റ്റണിന്റെ സിമ്പൽ ചോദിക്കാറുണ്ട്. ടങ്സ്റ്റണിന്റെ സിമ്പൽ എന്ന് പറയുന്നത് W ആണ്. ടങ്സ്റ്റണിന്റെ ലാറ്റിൻ നെയിമായ വൂൾഫ്രം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ്
ടങ്സ്റ്റണിന് ആ സിമ്പൽ വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥം ഏത്? അപ്പോൾ പാചകവാതകം എന്ന് പറയുമ്പോൾ നമ്മുടെ LPG ആണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് LPG എന്ന് പറയുന്നത്. LPG എന്ന് പറയുന്ന മണവും നിറവുമില്ലാത്ത ഒരു വാതക ഇന്ധനമാണ് LPG. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇന്ധന ചോർച്ച കണ്ടെത്തുവാനായി ഒരു സ്മെല്ലിംഗ് സബ്സ്റ്റൻസ്, ഗന്ധം കിട്ടുവാനായി ഒരു പദാർത്ഥം അതിൽ ചേർക്കും. അപ്പം വേഗം ആൻസർ കമൻറ്റ് ചെയ്തു. ഏതാണ് പാചകവാതകത്തിൻ്റെ അല്ലെങ്കിൽ LPGയുടെ പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഈഥൈൽ മെർക്യാപ്റ്റൻ ഈസ് ദ റൈറ്റ് ആൻസർ. LPGയെ കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ പാചകവാതകത്തെ കുറിച്ച് പറയുമ്പം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് LPGയുടെ പ്രധാന ഘടകം, മെയിൻ കമ്പോണന്റ്, LPGയുടെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്, LPGയുടെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആരാണ്? ബ്യൂട്ടെയിൻ. അതും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. LPGയുടെ പ്രധാന ഘടകമാണ് ആരെന്ന് പറയുന്നത്? ബ്യൂട്ടെയിൻ എന്ന് പറയുന്നത്. LPGയുടെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ. അതിന് സിമിലർ ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം. ഗോബർ ഗ്യാസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബയോഗ്യാസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുമല്ലെങ്കിൽ പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ് എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 രീതിയിൽ ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെയാണ്. വേഗം ആൻസർ കമൻറ്റ് ചെയ്യുക. മീഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, അമോണിയ. ഇതിലേതാണ് ബയോഗ്യാസിലെ അല്ലെങ്കിൽ ഗോബർ ഗ്യാസിലെ അല്ലെങ്കിൽ പ്രകൃതിവാതകത്തിലെ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥെയിൻ ആണ്. മീഥെയിൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. മീഥെയിനാണ്. മീഥെയിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മീഥെയിൻ ചതുപ്പ് നിലങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ഒരു വാതകമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മറ്റൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ചതുപ്പ് വാതകം അഥവാ മാർഷ് ഗ്യാസ്, ചതുപ്പ് വാതകം അഥവാ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്, ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നതും ആരാണ്? മീഥെയിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ലായനിയിൽ സാധാരണയായി കുറഞ്ഞ അളവിലുള്ള ഘടകം ഏത്? ഒരു ലായനിയിൽ സാധാരണയായി കുറഞ്ഞ അളവിലുള്ള ഘടകം. അപ്പം ഒരു ലായനിയെ കുറിച്ച് പറയുമ്പം ലായനിയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കണം. 2 കാര്യങ്ങൾ ചേരുമ്പോഴാണ് അതിനെ ഒരു ലായനി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ലായനിയുടെ ഘടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. നിങ്ങൾ നോക്കി ആൻസർ കമൻറ്റ് ചെയ്ത് പറഞ്ഞേ, അറിയാവുന്ന ആൻസർ ഉത്തരം കമൻറ്റ് ചെയ്ത് തന്നേ. ഒരു ലായനിക്ക് 2 ഘടകങ്ങളാണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീനമുണ്ട്, ലീനം, അതുപോലെ തന്നെ എന്തുണ്ട്? ലായകമുണ്ട്. ലീനവും ലായകവും കൂടെ ചേരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലായനി എന്ന് വിളിക്കുന്നത്. എന്താണോ അവിടെ ലയിച്ചു ചേരുന്നത്, ഡിസോൾവ് ചെയ്യപ്പെടുന്നത്, ലയിച്ചു ചേരുന്നത് ആളാണ് ആരെന്ന് പറയുന്നത്? ലീനം എന്ന് പറയുന്നത്. അതിനെ ലയിപ്പിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ലായകം എന്ന് പറയുന്നത്. ലയിച്ചു ചേരുന്ന ആള് ലീനവും ലയിപ്പിക്കുന്ന ആള് ലായകവുമാണ്. കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ലീനമാണ് അല്ലേ? കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നതെന്ന് പറയുന്ന ആരാണ്? ലീനമാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഒരു ലായനിയിൽ സാധാരണയായി കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ലീനമാണ് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ആസ്പിരിൻ ഒരു മെഡിസിനുമായി ബന്ധപ്പെട്ടാണ്. ആസ്പിരിന്റെ രാസനാമം എന്താണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആസ്പിരിന്റെ രാസനാമം എന്ത്? ഡൈക്ലോറോ, ഡൈഫീനൈൽ, ട്രൈക്ലോറോ ഈഥീൻ, അസറ്റൈൽ സാലിസിലിക് ആസിഡ്, മെഥനോയിക് ആസിഡ്, ക്ലോറോ അസറ്റോഫിനോൾ. ആസ്പിരിൻ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ആസ്പിരിൻ എന്ന മെഡിസിനെ കുറിച്ച് പറയും. ആൻസർ കമൻറ്റ് ചെയ്യൂ, വേഗം കമൻറ്റ് ചെയ്യൂ. ആസ്പിരിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചതെന്ന് പറയുന്നത് ഫെലിക്സ് ഹോഫ്മാൻ ആണ്. ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചതെന്ന് പറയുന്ന ആരാണ്? ഫെലിക്സ് ഹോഫ്മാൻ ആണ് ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ. പിന്നെ അതുപോലെ പറയുമ്പോഴത്തേക്ക് ആസ്പിരിനെ കുറിച്ച് പറയുമ്പം ആസ്പിരിൻ്റെ രാസനാമം റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്. ആസ്പിരിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അനാൽജസിക് ആയിട്ടും ആൻറ്റിപൈററ്റിക് ആയിട്ടും, അതായത് പെയിൻ കില്ലർ ആയിട്ടും ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് ആൻറ്റിപൈററ്റിക്. പനിയുള്ളപ്പോഴൊക്കെ നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ ഒക്കെ ആൻറ്റിപൈററ്റിക് ആണ്. അനാൽജസിക് ആയിട്ടും ആൻറ്റിപൈററ്റിക്കായും ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് എന്ന് പറയുന്നത് ആസ്പിരിൻ എന്ന് പറയുന്നത്. അങ്ങനെ 2 പർപ്പസിന് ഉപയോഗിച്ച ആദ്യ ഔഷധമായതുകൊണ്ട് തന്നെ ആസ്പിരിൻ്റെ ഒരു വിശേഷണമുണ്ട്, വണ്ടർ ഡ്രഗ്.
വണ്ടർ ഡ്രഗ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ആസ്പിരിൻ തന്നെയാണ്. വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നതും ആരാണ്? ആസ്പിരിൻ ആണ്. വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്ന ആരാണ്? ആസ്പിരിൻ ആണ്. അപ്പോൾ അതൊക്കെയാണല്ലോ. പിന്നെ നമ്മുടെ ചോദ്യം ഇതാണ്, ആസ്പിരിന്റെ കെമിക്കൽ നെയിം ആണ്. ആസ്പിരിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്, ആസ്പിരിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്ന രാസനാമം എന്ന് പറയുന്നത് എന്താണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ആസ്പിരിന്റെ രാസനാമം എന്ന് പറയുന്നത്. അസറ്റൈൽ സാലിസിലിക് ആസിഡ്, അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് ആസ്പിരിന്റെ രാസനാമം. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഈ മെഥനോയിക് ആസിഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് മെഥനോയിക് ആസിഡ് എഥനോയിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് മെഥനോയിക് ആസിഡ് എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നൊക്കെ പറഞ്ഞ് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മെഥനോയിക് ആസിഡ്, മെഥനോയിക് ആസിഡ്. അതിൽ എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് ആണ് എഥനോയിക് ആസിഡ് എന്ന് പറയുന്നത്. എന്നാൽ മെഥനോയിക് ആസിഡ് എന്ന് പറയുന്നത് ആരാണ്? മെഥനോയിക് ആസിഡ് എന്ന് പറയുന്നത് ഫോമിക് ആസിഡ് ആണ്. മെഥനോയിക് ആസിഡ് എന്ന് പറയുന്നത് ഫോമിക് ആസിഡ് ആണ്. ആരെന്ന് പറയുന്നത്? മെഥനോയിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. രണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അത് സെറ്റാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യുന്ന രീതിയാണ്. അപ്പൊ താപപ്രേക്ഷണം എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ചാലനം, സംവഹനം, വികിരണം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒരു മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വേഗം ആൻസർ കമന്റ് ചെയ്യൂ. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി എന്ന് പറയുന്നത് വികിരണമാണ് കേട്ടോ. വികിരണം. വെരി ഗുഡ്, റൈറ്റ് ആൻസർ. ചാലനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മാധ്യമത്തിലെ കണികകളുടെ ചലനമില്ലാതെ, ഒരു മാധ്യമത്തിലെ കണികകളുടെ ചലനമില്ലാതെ, എന്നാൽ കണികകളുടെ കമ്പനം മൂലം, ഒരു മാധ്യമത്തിലെ കണികകളുടെ ചലനമില്ലാതെ ഒരു മാധ്യമത്തിലെ കണികകളുടെ കമ്പനം അഥവാ വൈബ്രേഷൻ മൂലം താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്? ചാലനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മാധ്യമത്തിലെ കണികകളുടെ ചലനം മൂലം താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്? സംവഹനം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ വികിരണമാണ്. അപ്പൊ ചാലനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഖരവസ്തുക്കളിൽ സോളിഡ്സിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് ചാലനം എന്ന് പറയുന്നത്. സംവഹനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ദ്രാവകങ്ങളിലും അതുപോലെ തന്നെ വാതകങ്ങളിലും താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് സംവഹനം എന്ന് പറയുന്നത്. കാറ്റിന് കാരണം കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നിവയ്ക്ക് കാരണം എന്താണ്? സംവഹനമാണ്. വികിരണത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഫാക്ട് ഉണ്ട്. ഇൻക്യുബേറ്ററുകളിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രേക്ഷണത്തിലൂടെയാണ്? വികിരണം വഴിയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വന്നിട്ടുള്ളതാണ്. ഇൻക്യുബേറ്ററിന്റെ കാര്യമൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തതിലേക്ക് പോവുകയാണ്. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷം? ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷം? ഏതാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്? 2019 ആണ് അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷം എന്ന് പറയുന്നത് ഏതാണ്? 2019 ആണ്. അന്താരാഷ്ട്ര രസതന്ത്ര വർഷം എന്ന് പറയുന്നത് 2011 ആണ്. അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം എന്ന് പറയുന്നത് 2005 ആണ്. അന്താരാഷ്ട്ര പ്രകാശ വർഷം എന്ന് പറയുന്നത് 2015 ആണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015 എന്ന് പറയുമ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര പ്രകാശ വർഷവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മണ്ണ് വർഷവും ഏതാണ്? 2015 തന്നെയാണ്. അപ്പോൾ അത് സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഒരു പോയിന്റോടെ പറഞ്ഞുതരാം. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷം എന്ന് പറയുന്നത് 2009 ആണ്. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷം ഏതാണ്? 2009 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കുന്നു. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? അപ്പോൾ കുമ്മായം എന്ന് പറയുന്നത് ബേസിക് സ്വഭാവം, ആൽക്കലൈൻ സ്വഭാവമാണ് കുമ്മായത്തിന് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ കുമ്മായം നമ്മൾ ചേർക്കുന്നതെന്ന് പറയുന്നത് മണ്ണിന്റെ അസിഡിക സ്വഭാവം കുറയ്ക്കുന്നതിന് വേണ്ടി, അസിഡിക് പ്രോപ്പർട്ടി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കുമ്മായം ചേർക്കുന്നത്. അപ്പോൾ ആ അസിഡിക് സ്വഭാവമുള്ള മണ്ണാകുമ്പോൾ അതിന്റെ pH വാല്യൂ, pH നെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് 0 മുതൽ 7 വരെയും
7 മുതൽ 14 വരെയുമാണ് പി എച്ചിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതിൽ 0 മുതൽ 7 വരെയുള്ളത് അസിഡിക സ്വഭാവവും 7 മുതൽ 14 വരെയുള്ളത് ബേസിക് പ്രോപ്പർട്ടിയുമാണ് വരുന്നത്. അപ്പം അസിഡിക് പ്രോപ്പർട്ടി ഉള്ള അല്ലെങ്കിൽ അസിഡിക് സ്വഭാവമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. അപ്പം ഇവിടെ പി എച്ച് മൂല്യം 7ൽ താഴെയുള്ളത് ഏതാണോ ആ മണ്ണിലാണ് നമുക്ക് കുമ്മായം ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പി എച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് 7 പി എച്ച് 7 എന്ന് പറയുമ്പോഴത്തേക്ക് അത് ന്യൂട്രലാണ്. പി എച്ച് 7 ന്യൂട്രലാണ്. പി എച്ച് 10 എന്ന് പറയുന്നത് ബേസിക് പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ആൽക്കലൈൻ ആണ്. പി എച്ച് 3 എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആസിഡ് ആണ്. പി എച്ച് 3 എന്ന് പറയുന്നത് ആസിഡ് ആണ്. പി എച്ച് 14 എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താണ് വരുന്നത്? ബേസിക് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് ചൂസ് ചെയ്യാൻ സാധിക്കും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. ആൻസർ വേഗം കമന്റ് ചെയ്യുക. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷ വായുവിനെ കുറിച്ച് പറയുമ്പം അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത് ആരാണ്? നൈട്രജൻ ആണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത്. നൈട്രജൻ കഴിഞ്ഞാൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത് ആരാണ്? ഓക്സിജൻ ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അതുപോലെ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം എന്ന് പറയുന്നത് ആരാണ്? ആർഗൺ ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം എന്ന് പറയുന്ന ആരാണ്? ആർഗൺ ആണ്. അപ്പോൾ നൈട്രജനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എന്ന് പറയുന്നത് 78%. 78%. അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവെന്ന് പറയുന്നത് 21%. ഈ 2% ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഈ 21 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തന്നെ ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന 20.9 കണ്ടോ, അതിനെയാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ 21 എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവാണ്. അപ്പോൾ നൈട്രജന്റെ അളവ് എന്ന് പറയുന്നത് 78ആണ്. നൈട്രജന്റെ അളവ് 78ആണ്. ഓക്സിജന്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 20.9 അല്ലെങ്കിൽ 21%. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകമാണ് ആരെന്ന് പറയുന്നത്? ആർഗൺ എന്ന് പറയുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്കൂടെ നമുക്ക് കിടക്കാം. UN ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ, അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായി ആചരിച്ചത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടതാണ്. നോക്കിയേ, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷം, അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷം എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 2 തവണയല്ല അതിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷം, അതുപോലെ തന്നെ നോക്കി UN ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം എന്ന് യോജിച്ചിരിക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. ഏതാണ്? 2019. സോറി, ഞാൻ 2009 എന്നാണ് പറഞ്ഞത് തോന്നുന്നു. 2009 അല്ല, 2019 ആണ്. 2019 ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. അടുത്ത ചോദ്യം എങ്ങനെയാണ്? അസാധാരണമായ ശരീര താപനില, അതായത് പനിയുള്ള സാഹചര്യം, അതിനെയാണ് അസാധാരണമായ ശരീര താപനില എന്ന് പറയുന്നത്. അസാധാരണമായ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റാസിഡുകൾ, അനാൽജസിക്കുകൾ, ആന്റിബയോട്ടിക്കുകൾ, ആന്റിപൈററ്റിക്കുകൾ. അപ്പോൾ പനിയുള്ളപ്പോൾ ശരീര താപനില കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ്. വേഗം കമന്റ് ചെയ്യൂ, ആൻസർ കമന്റ് ചെയ്യൂ. ഏതാണ്? പനിയുള്ളപ്പോൾ ശരീര താപനില കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ എന്ന് പറയുന്നത് ആന്റിപൈററ്റിക്കുകളാണ്. ആന്റിപൈററ്റിക്സ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് സെഷൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ചോദ്യം എങ്ങനെയാണ്? ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹ വാതകം ഏത്? അല്ലെങ്കിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത്? അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതെന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. നോക്കി, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ആർഗൺ. അല്ലെങ്കിൽ പ്രധാന ഹരിതഗ്രഹ വാതകം ഏത്? അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കും. ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രധാന വാതകം എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കണേ. കാർബൺ ഡയോക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുകയും കാർബൺ മോണോക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് രണ്ടും ചിലപ്പോൾ ഓപ്ഷൻ തരും, മാറിപ്പോകല്. കാർബൺ ഡയോക്സൈഡ് ആണ് പ്രധാന
ഹരിതഗ്രഹവാതകം എന്ന് പറയുന്നത്, പ്രധാന ഹരിതഗ്രഹവാതകമാണ് ആരെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എന്തിന് കാരണമാകുന്നില്ല? ഹരിതഗ്രഹവാതക അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാർബൺ മോണോക്സൈഡ് കാരണമാകുന്നില്ല. ഒരൊറ്റ ചോദ്യം കൂടെ അവസാനിപ്പിക്കാം. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? അപ്പൊ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് പറയുമ്പം സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയകൾ, ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് പോരണേ. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്ന രണ്ട് രീതിയിൽ രണ്ട് പ്രോസസ്സ് പറയാറുണ്ട്. കോണ്ടാക്ട് പ്രോസസ്സ്, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് കോണ്ടാക്ട് പ്രോസസ്, മലയാളത്തിൽ പറഞ്ഞാൽ സമ്പർക്ക പ്രക്രിയ എന്ന് പറയും, സമ്പർക്ക പ്രക്രിയ. അതുപോലെ തന്നെ മറ്റൊരു പ്രക്രിയയും കൂടി ഉണ്ട്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ലെഡ് ചേംബർ പ്രക്രിയ, ലെഡ് ചേംബർ പ്രോസസ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയകൾ സമ്പർക്ക പ്രക്രിയയും ലെഡ് ചേംബർ പ്രോസസ്സുമാണ്. അതിൽ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം, അതാണ് ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത്, വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറയും. വനേഡിയം പെന്റോക്സൈഡ്. അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ ഫോമുലയാണ് തന്നിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ വനേഡിയം പെന്റോക്സൈഡിന്റെ കെമിക്കൽ ഫോമുല V2O5 ആണ്. V2O5. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് മാർക്ക് ചെയ്യാം? ഓപ്ഷൻ ബി മാർക്ക് ചെയ്യുവാൻ സാധിക്കും. V2O5 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി, പ്രയോജനം ചെയ്തു. ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു സെഷൻ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.